ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട എന്നാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ഞണ്ട് റോസ്റ്റായിട്ടാണ് കേട്ടോ വന്നേക്കണേ. എൻ്റെ ഒപ്പം ഒരു കുട്ടി ഷെഫും കൂടി ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ഞണ്ടാണ് കേട്ടോ. കുട്ടി ഷെഫ് ഇതേ ഇവിടെ കുറച്ച് അഭ്യാസത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ ഞണ്ടിനെയൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഞണ്ടിനെ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയാമല്ലോ. ഞാൻ എന്നാലും അതിൻ്റെ ഒരു സെപ്പറേറ്റ് ജസ്റ്റ് വീഡിയോ ഇട്ടേക്കാം. നല്ല ഫ്രഷ് ഞണ്ടാണ് കേട്ടോ. പണ്ടൊക്കെ നല്ല വറുത്തരച്ചിട്ടൊക്കെ ഞണ്ട് കറി വെക്കും, അടുപ്പിലിട്ട് വെക്കണത്. നല്ല ടേസ്റ്റാണ് അത് ശരിക്കും. ഇപ്പോൾ പിന്നെ അതൊന്നും നടക്കാറില്ല. ഞാനൊരു റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ കുട്ടി ഷെഫ് ഇതേ ക്ലീനിങ്ങിന് കൂടിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയൊക്കെ ഊറ്റി വെക്കാം. അതിൻ്റെ കാലും അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആളിവിടെ കട്ടിങ് തുടങ്ങി. കുറച്ച് 2-3 സവാളയും അതുപോലെ ഒരു തക്കാളിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് വഴറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റും പച്ചമുളകും ഒന്നും, അതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും വഴറ്റി കുറച്ച് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറ് ആകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഞണ്ട് വെന്തെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഗ്രേവിയും ഉണ്ടാകുകയും ചെയ്യും, ഞണ്ട് വേവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ഞണ്ട്. അപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ച ഞണ്ട് ഇട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഞണ്ടിൻ്റെ ഈ ഉള്ളിലുള്ള മജ്ജയുണ്ടല്ലോ, അത് ആ ഗ്രേവിയിലേക്കാണ് ഇറങ്ങുമ്പോണ്ടല്ലോ നല്ല മണമാണ്. അതിൻ്റെ ആ ഗ്രേവി തന്നെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല ഇടാം കേട്ടോ. കുരുമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി, എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല. നമുക്കിവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഇട്ടിട്ടൊന്നുമില്ല. നല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞണ്ടിൻ്റെ ഗ്രേവി തന്നെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലെ ആ മജ്ജയുടെ ഇതും ഒക്കെ നന്നായിട്ട് ആ ഗ്രേവിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കോ അതുപോലെ ദോശയ്ക്കോ അരിദോശയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ കൊടുക്കുക.